ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. അപ്പോൾ പാട്രിയോട്ടിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻസ് ശ്രീലങ്ക വോളിയം 1 എന്ന് പറഞ്ഞവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മഹേഷ് നാരായണനാണ് സംവിധാനം ചെയ്യുന്നത്. ആൻഡോ ജോസഫിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര, രേവതി, അങ്ങനെ ഒരു വലിയ കാസ്റ്റ് തന്നെയാണ് സിനിമയിലുള്ളത്. അതിൻ്റെ ആ ഒരു ബിഹൈൻഡ് ദ സീൻസ് നമുക്ക് കണ്ടുപോകാം. ആൻഡ് ഇവർ റിലീസ് ചെയ്യുന്നത് ഏപ്രിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു റിലീസിൻ്റെ ഡേറ്റ് ഒക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ബിഹൈൻഡ് ദ സീൻസ് മമ്മൂക്കയും മോഹൻലാലിനെയും കാണിക്കുമോ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടാണോ ഇല്ലയോ എന്നൊക്കെ കാണാം. സ്റ്റാൻഡ് ബൈ ശ്രീലങ്ക. തുടക്കം തന്നെ കാണിക്കുന്നുണ്ട് അവർ. സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് മേക്കേഴ്സ് ഓഫ് മാലിക് ടേക്ക് ഓഫ്, വിറ്റ്നസ്, one of the most anticipated Malayalam movie. ആൻഡോ ജോസഫ് ഫിലിം കമ്പനി. പടത്തിൽ കുറെ മെനക്കെട്ടുണ്ടെന്ന് തോന്നുന്നു. കുറെ സീൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ ഫ്ലൈറ്റും കാര്യങ്ങളുള്ള സീൻസും കാര്യങ്ങളും വേണം. അതിന് ഇത് ശ്രീലങ്കയിൽ എന്നാണ്. ശ്രീലങ്ക വോളിയം നടക്കണം. ശ്രീലങ്കയിലുള്ള ആയിരിക്കുമോ എന്നറിയില്ല. നന്നായിട്ട് തന്നെ ഉണ്ട്. അവർ നല്ല രീതിക്ക് മേക്ക് ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. മിക്കവാറും ഈ സീൻ ഇവിടെയൊക്കെ വെച്ച് അതാണ് തുടക്കത്തിൽ കാണിച്ചത്. ലാലേട്ടനും നമുക്ക് വരുന്ന ആ ഒരു ഷോട്ടുണ്ട് രണ്ടുപേരും. അതൊക്കെ തിയേറ്ററിൽ വരുമ്പോൾ ഓളം എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ബിഗ്ഗസ്റ്റ് സ്റ്റാർസ് റീയൂണിയൻ. ഓ മൈ ഗോഡ്. അത് കുഞ്ചാക്കോ, പാട്രിയോട്ട് ബിഹൈൻഡ് ദ സീൻസ് വോളിയം 1. അപ്പൊ ഇനിയും സാധനം വരാനുണ്ട് കേട്ടോ. ഏപ്രിൽ 23 ലാലേട്ടൻ, മമ്മൂക്ക. പാട്രിയോട്ട് ബിഹൈൻഡ് ദ സീൻസ് ശ്രീലങ്ക വോളിയം 1 നമ്മളിപ്പോൾ കണ്ടത്. ആൻഡ് ലാലേട്ടനും മമ്മൂക്ക ഒരുമിക്കുന്ന ഒരു ചിത്രം കൂടെ ഇതുണ്ട്. 18-16 വർഷങ്ങൾക്ക് ശേഷം എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ബിഗ് സ്റ്റാർസ് റീയൂണേറ്റിംഗ് എന്നാണ് അത് പറയപ്പെടുന്നത്. അപ്പോൾ രണ്ടുപേരെയും ഒരു സ്ക്രീനിൽ ഒരുമിച്ച് തന്നെ കാണാമെന്നതിൽ യാതൊരു ഡൗട്ടും വേണ്ട. അതിന് എങ്ങനെയാണ് അവരെ പ്രസൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എത്ര സീനിലായിരിക്കും അവർ പ്രസൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് കാണാൻ അത് സാധിക്കുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഏപ്രിലിൽ റിലീസ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ പാട്രിയോട്ട് ഒരു സ്റ്റാർ കാസ്റ്റ് പടമാണ്. മമ്മൂക്ക ഉണ്ട്, മോഹൻലാലുണ്ട്, ഫഹദ് ഫാസിലുണ്ട്, കുഞ്ചാക്കോ ബോബനുണ്ട്, നയൻതാര ഉണ്ട്, രേവതി ഉണ്ട്. അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റാണ്. മഹേഷ് നാരായണനും മാലിക്കും ടേക്ക് ഓഫ് ഒക്കെ ചെയ്ത പ്രൊഡ്യൂസറാണ്, ഡയറക്ടറാണ്, പുള്ളി റൈറ്ററും കൂടെയാണ്. ആൻഡ് ഈ സിനിമ എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു എക്സ്പെക്റ്റേഷനിൽ തന്നെയാണ് വരുന്ന സിനിമ. പ്രത്യേകിച്ച് ആ എക്സ്പെക്റ്റേഷൻ്റെ കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ലാലേട്ടനും മമ്മൂക്കയും ഉള്ളത് തന്നെയാണ്. ഇവർ രണ്ടുപേരിൽ ആർക്കും ഇനി ലാലേട്ടൻ മമ്മൂക്ക ഫാൻസിന് ഉള്ളത് ഇവർ രണ്ടിൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ സീന് വരുന്നത്, ഏറ്റവും കൂടുതൽ ഡൊമിനൻസ് ചെയ്യുന്ന ആരായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടാൻ പോകുന്ന ആർക്കായിരിക്കും എന്നുള്ളൊരിതായിരിക്കും. തീർച്ചയായിട്ടും അത് തന്നെ ആയിരിക്കും മഹേഷ് നാരായണൻ എന്നൊരു ഡയറക്ടറിന് ഒരു വെല്ലുവിളിയും വരുന്നത്. കാരണം രണ്ടുപേരെ എങ്ങനെ ഈക്വലായിട്ട് പ്രസൻറ്റ് ചെയ്യാം, രണ്ടുപേർക്ക് ഈക്വലായിട്ട് എങ്ങനെ സ്ക്രീൻ പ്രസൻസ് കൊടുക്കാം, രണ്ടുപേർക്ക് ഈക്വലായിട്ട് എങ്ങനെ സ്ക്രീൻ ഷെയർ ചെയ്ത് കൊടുക്കാം എന്നുള്ള ഒരു എന്താ പറയുക, ഒരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ എങ്ങനെ അവരുടെ ഫാൻസിനെ അവർ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ, പുൾ ഔട്ട് ചെയ്യാൻ എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളും തീർച്ചയായിട്ടും മഹേഷ് നാരായണൻ ഉണ്ടാവും. അതെങ്ങനെ മഹേഷ് നാരായണൻ പുൾ ഔട്ട് ചെയ്യുന്നുള്ളത് സിനിമ റിലീസ് ചെയ്തതിന് ശേഷം നമുക്ക് മനസ്സിലാവും. ആൻഡ് സിനിമ കണ്ടിടത്തോളം ഒരു 100 കോടിയൊക്കെ അടിക്കാൻ പറ്റുന്ന ഒരു സിനിമ ആവാനാണ് ചാൻസ് കൂടുതൽ. കാരണം ലാലേട്ടനും മമ്മൂക്കയെ ഒരുമിക്കുന്നുണ്ട്. അപ്പോൾ പടം കൂടെ പോസിറ്റീവ് ആണെങ്കിൽ നല്ല രീതിക്കുള്ള ഒരു കളക്ഷനും കാര്യങ്ങളും വരും, നല്ല രീതിക്ക് പോസിറ്റീവ് റിവ്യൂസും വരും. നല്ല പടമാണെങ്കിൽ പോരാന്ന് ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബനുണ്ട്. ആൻഡ് കുഞ്ചാക്കോ ബോബൻ്റെ ലുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക്, ചെറിയ താടിയൊക്കെ വെച്ച്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഇന്ത്യ എയറോപ്ലെയിൻ അങ്ങനെ കുറച്ച് സംഭവമൊക്കെ ഒരുപാടുണ്ട്. ദേശഭക്തി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും സിനിമയിൽ ഉണ്ടാവും. കാരണം ആ പേരുമായിട്ടൊക്കെ ബന്ധിപ്പിക്കുന്നത് അതാണ്. സിനിമയുടെ പേര് പാട്രിയോട്ടുമായിട്ടൊക്കെ ബന്ധിപ്പിക്കുന്നതൊക്കെ അതൊക്കെയാണ്. അപ്പോൾ മൊത്തത്തിൽ ഒരു നല്ലൊരു പടം തന്നെ വരും. പക്ഷേ ഒരു കണ്ടന്റ് പടം തന്നെ വരാനാണ് സാധ്യത കൂടുതൽ. കാരണം പിന്നെ ഈ എന്താ പറയുക, ഈ കണ്ടന്റ് പടം വരുമ്പോഴേക്കും ഈ ദേശഭക്തിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എത്രമാത്രം ആൾക്കാർക്ക് അത് പിടിച്ചിരിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ പിടിച്ചിരുന്ന് കാണാൻ തോന്നുന്നു എന്നുള്ളത് പോലെ ഇരിക്കും സിനിമയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് കണ്ടു നോക്കാം എന്തായാലും എങ്ങനെയാണ് മഹേഷ് നാരായണൻ ഇത് പടം അങ്ങനെ റിലീസ് ചെയ്യുന്നതെന്ന്. ഏപ്രിൽ 23-നാണ് റിലീസ് കിടക്കുന്നത്. ഏപ്രിൽ 23-26 എന്താണ്, നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്തേക്ക്. ആൻഡ് സിനിമയിൽ ലാലേട്ടൻ
മമ്മൂക്ക. ഇപ്പോഴേ തന്നെ ഒരുപാട് സംസാരങ്ങളുണ്ടായി. ലാലേട്ടൻ തൂക്കും, മമ്മൂക്ക തൂക്കും, മമ്മൂക്കയ്ക്ക് 100 കോടി ലാലേട്ടൻ കൊടുക്കും, ലാലേട്ടന് വീണ്ടും ഒരു 100 കോടി മമ്മൂക്ക കൊടുക്കും എന്നൊക്കെ ഒരുപാട് സംസാരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കണ്ടുനോക്കാം എങ്ങനെയായിരിക്കും രണ്ടുപേരെയും മഹേഷ് നാരായണൻ പ്രസന്റ് ചെയ്യുന്ന, എന്തൊക്കെ റോൾസും കാര്യങ്ങളായിരിക്കും. മൊത്തത്തിൽ വോളിയം 1 കണ്ടപ്പോൾ അവർ കുറെ നല്ല രീതിക്ക് പണിയെടുക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. സിനിമ മേഖലയിലാകുമ്പോഴും അങ്ങനെയാണ്, കുറച്ച് പണിയെടുക്കേണ്ടി വരും. കാരണം പണിയെടുത്താലേ നല്ലൊരു എഫേർട്ട് ഇട്ടാലേ നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് തരാൻ പറ്റൂ, അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റൂ. പക്ഷെ എന്നാലും നല്ല ഔട്ട്പുട്ട് വന്നില്ലെങ്കിലും ഓഡിയൻസിന് അത് ഗ്രാസ്പ് ആവാത്ത അല്ലെങ്കിൽ ഫുൾഫിൽ ആവാത്ത സിനിമകളും ഉണ്ട്. എന്നിരുന്നാലും ഔട്ട്ഫിറ്റ് നല്ലൊരു എഫേർട്ടോടെ എടുക്കുമ്പോൾ ഒരു നല്ലൊരു ഔട്ട്പുട്ട് വരുമെന്നതിൽ തീർച്ചയായിട്ടും ഒരു സംശയം കാര്യങ്ങളൊന്നും ഇല്ല. എന്നിരുന്നാലും സിനിമ വരട്ടെ, നമുക്ക് സിനിമ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തോ. അപ്പോൾ ബൈ ബൈ.